السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും പ്രിയപ്പെട്ട 2ാം ക്ലാസ് വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ചാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ പറഞ്ഞതിന് ശേഷം തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ജീവചരിത്രത്തെക്കുറിച്ചുള്ള പറച്ചിലുമാണ്. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് മുർസലീങ്ങൾ, അംബിയാ മുർസലീങ്ങളെ കുറിച്ചുള്ള വിശ്വസിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ 58ാമത്തെ ചോദ്യം, ഉദ്കുർലി മുഅ്ജിസാത്തി നബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരും. ജവാബ്: ഇന്ന മുഅ്ജിസാത്തി നബിയിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറത്തുൻ فمن معجزاته القرآن الكريم وهو أعظم آياته وأكبرها وأبهاها وأبهرها وقد سبق ذكر وجه إعجازه وأنه آية باقية دائما لكون من أتى بها للأنبياء خاتمة. ومن معجزاته ما نبع الماء من بين أصحابه في حال سفره اشتد العطش بأصحابه الكرام ولم يكن إلا ماء قليل فوضع كفه الكريمة فيه فكسر حتى قضى الحاضرون أوطارهم منه وزاد عليهم وهذا وقع مرارا. ومن معجزاته تكسير طعام القليل حتى كفى أناسا كثيرين وهذا وقع أيضا مرارا إلى غير ذلك مما ذكر في كتب دلائل النبوة. അപ്പോൾ ഇന്ന മുഅ്ജിസാത്ത് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്തുകൾ കസീറത്തുൻ, ധാരാളമാണ്. അപ്പോൾ മുഅ്ജിസാത്ത് നബിയുടെ മുഅ്ജിസത്തുകൾപ്പെട്ടതാണ്, നബിയുടെ മാനുഷികതയിൽപ്പെട്ടതാണ് അൽ ഖുർആനുൽ കരീം, ശുദ്ധമായ ഖുർആൻ. വഹുവ, ആ ഖുർആൻ, അഅ്ലമു ആയാതിഹി വഅക്ബറുഹ, നബി തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ വെച്ച് ഏറ്റവും വലിയതും വഅക്ബറുഹ, അതിലേറ്റവും ഉന്നതമായതുമാണ്. അഅ്ലം ഏറ്റവും വലിയത്, വഅക്ബറുഹ അതിലേറ്റവും ഉന്നതമായതുമാണ്. വഅബ്ഹഹ അതിലേറ്റവും മികച്ചതാണ്, വഅബ്ഹറുഹ അതിലേറ്റവും വെളിവായതുമാണ്. അബ്ഹന മികച്ചത്, അബ്ഹർ എന്ന വെളിവായത്, അബ്ഹറുഹ അതിലേറ്റവും വെളിവായതുമാകുന്നു. വഖദ് സബക ദിക്റു വജ്ഹി ഇജാസിഹി, വഖദ് സബക തീർച്ചയായിട്ടും കടന്നിരിക്കുന്നു, ദിക്റു വജ്ഹി ഇജാസിഹി, നബി തങ്ങളുടെ അമാനുഷികതയുടെ രൂപത്തിനെ കുറിച്ച് പറച്ചിൽ മുൻകടന്നിരിക്കുന്നു എന്ന നബിയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച്, നബിയുടെ ഖുർആൻ എന്ന് പറയുന്ന മുഅ്ജിസത്തിന്റെ ഇജാസ്, അതിന്റെ അമാനുഷികതയുടെ രൂപം മുമ്പ് പറഞ്ഞു അല്ലെ. വഅന്നഹു ആയത്തുൻ ബാഖിയത്തുൻ ദായിമ, തീർച്ചയായിട്ടും ആ ഖുർആൻ എന്നും അവശേഷിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് എന്നും കടന്നിരിക്കുന്നു. എന്നോ തീർച്ചയായിട്ടും ഖുർആൻ ആയത്തുൻ ബാഖിയത്തുൻ ദായിമ, എന്നും അവശേഷിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ലികൗനി മൻ അതാ ബിഹാ ലിൽ അംബിയാഇ ഖാതിമ, ലികൗനി മൻ അതാ ബിഹാ, ആ ഖുർആൻ കൊണ്ട്, എന്നും അവശേഷിക്കുന്ന ഖുർആൻ കൊണ്ട്, ആ മുഅ്ജിസത്ത് കൊണ്ട് വന്ന ഒരുത്തനായതിന് വേണ്ടി, ലിൽ അംബിയാഇ ഖാതിമ, അംബിയാക്കന്മാർക്ക് എല്ലാവർക്കും അവസാനത്തെ ഒരാളായതിനു വേണ്ടി എന്നും, തങ്ങൾ ഏറ്റവും അവസാനത്തെ പ്രവാചകരായത് കൊണ്ട് തന്നെ ഈ ഖുർആൻ എന്ന് പറയുന്ന ദൃഷ്ടാന്തം എന്താകുന്നു, എല്ലാ കാലത്തേക്കും അവശേഷിച്ച് നിൽക്കുന്ന ഒരു ആയത്തും ബാഖിയത്താകുന്നു. നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾപ്പെട്ടതാണ് നബഉൽ മാഇ മിൻ ബൈന അസ്വാബിഹി, നബി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഉറവപ്പൊട്ടൽ. നബിയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് നബഉൽ മാഇ, വെള്ളം ഉറവപ്പൊട്ടൽ, മിൻ ബൈന അസ്വാബിഹി, നബി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന്, ഫീ ഹാലി സഫരി, യാത്രയുടെ അവസ്ഥയിൽ, ഫീ ഹാലി സഫരി, യാത്രയുടെ അവസ്ഥയിൽ, ഹീനഷ്തദ്ദൽ അത്ശു ബി അസ്ഹാബിഹിൽ കിറാമി, നബി തങ്ങളുടെ ബഹുമാനപ്പെട്ട അസ്ഹാബുകൾക്ക് ദാഹം ശക്തമായപ്പോൾ, ഹീനഷ്തദ്ദൽ അത്ശു, ദാഹം ശക്തമായ സമയത്ത്, ബി അസ്ഹാബിൽ കിറാം, നബി തങ്ങളുടെ ബഹുമാനപ്പെട്ട അസ്ഹാബുകൾക്ക്, വെലം ഉണ്ടായിരുന്നില്ല, ഇല്ലാ മാഉൻ ഖലീലുൻ, കുറഞ്ഞ വെള്ളമല്ലാതെ. അതെല്ലാവർക്കും യാത്ര ചെയ്യുമ്പോൾ വെള്ളം ആവശ്യം വന്നു, ഉളുർക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ദാഹം ശക്തമാവുകയും ചെയ്തിരുന്നു, അതുപോലെ ദാഹിക്കാനും അതുപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ. വലാ കഫഹുൽ കരീമ, കഫത്ത് എന്നല്ല, വലാ കഫഹുൽ കരീമ, നബി തങ്ങൾ തങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ മുൻകൈയിനെ വെച്ചു, ഫീഹി, ആ പാത്രത്തിൽ, ആ വെള്ളത്തിൽ, ഫകസുറ, അപ്പോൾ ആ വെള്ളം ധാരാളമായി, ഹത്താ ഖദൽ ഹാദിറൂന, അവിടെ സന്നിഹിതരായ ആളുകൾ എല്ലാവരും വീട്ടി, ഔത്താറും അവരുടെ ആവശ്യങ്ങളെ, ഔത്തറെന്ന ആവശ്യം, മിൻഹു, ആ വെള്ളത്തിൽ നിന്ന്, വസാദ അലൈഹിം, അതവർക്ക് അധികരിക്കുകയും ചെയ്തു,
വഹാദ വഖഅ മിറാറ, ഇത് ഒരുപാട് പ്രാവശ്യം സംഭവിക്കുകയും ചെയ്തു. വഹാദ ഇത് വഖഅ സംഭവിച്ചിരിക്കുന്നു, മിറാറൻ പല പ്രാവശ്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടും വട്ടമല്ല, ഒരുപാട് തവണ. ഇത് മദീനയിൽ സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ കുബായിലേക്കുള്ള യാത്രയിൽ ഒക്കെ നബി തങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മുന്നൂറ്റി ചില്ലാൻ ആളുകളൊക്കെ ഉള്ള യാത്രയായിരുന്നു ഇത് എന്നും സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വമിൻ മുസാദി നബി തങ്ങളുടെ മുസാദുകൾപ്പെട്ടതാണ് തക്സീറു തആമിൽ ഖലീലി, കുറഞ്ഞ ഭക്ഷണത്തെ അധികരിപ്പിക്കുക. കുറച്ച് ഭക്ഷണം ഉണ്ടാവും അല്ലെ. ഖൈബർ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഖൈബർ യുദ്ധത്തിൽ കിടങ്ങ് കീറി യുദ്ധത്തിൽ എന്നല്ലേ ജാബിറുല്ലാഹിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആടിനകത്ത് ഇത് എല്ലാവർക്കും പറ്റാവുന്ന, എല്ലാവർക്കും സമൃദ്ധമായി കഴിക്കാവുന്ന രൂപത്തിൽ അത് വർദ്ധിച്ചു, പിന്നെയും ബാക്കിയായി എന്നുള്ളതാണ്. അത്താ കഫ ഉനാസംഗ സീരീന, അങ്ങനെ ധാരാളം ആളുകൾക്ക് അത് മതിയായി. അത്താ കഫ അത് മതിയായി. ഉനാസംഗ സീരീന, ധാരാളം ആളുകൾക്ക്. ഹാദ ഇത് വഖഅഇലൻ മിറാറായതും ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഹാദ ഇത് വഖഅഇലൻ വീണ്ടും സംഭവിച്ചിട്ടുണ്ട്, മിറാറൻ പല പ്രാവശ്യം. ഇലാ ഗൈരി ദാലിക മിമ്മാ ദുക്ര ഫീ കുതുബി ദലാഇലിൻ നുബുവത്തി, ഇലാ ഗൈരി ദാലിക ഇതല്ലാത്ത വേറെയും ഒരുപാട് സംഭവങ്ങൾ മിമ്മാ ദുക്ര ഫീ കുതുബി ദലാഇലിൻ നുബുവ, ദലാഇലിൻ നുബുവത്തിന്റെ നിബിധങ്ങളുടെ നുബുവത്തുകളെ കുറിച്ചൊക്കെ പറയുന്ന കിതാബുകളിൽ പറയപ്പെട്ടതിൽ നിന്ന്. ഇതുപോലെ ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ രണ്ടായിട്ട് പിളരുക, ഇസ്രാ മിറാജ്, അതുപോലെ ഈത്തപ്പനത്തടിയുടെ കരച്ചില്, അതുപോലെ ഭക്ഷണങ്ങൾ തസ്ബീഹ് ചൊല്ലുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേറെ ഒരുപാട് മുഅ്ജിസത്തുകളൊക്കെ നിബിധങ്ങൾക്ക് എന്തുണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത കൈഫ കാനത്ത് സീറത്ത് നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രം എങ്ങനെയായിരുന്നു? ജീവിതം എങ്ങനെയായിരുന്നു? സീറത്ത് എന്ന് പറഞ്ഞാൽ ജീവചരിത്രം എന്നർത്ഥം. ജവാബ് ഖദ് വഖഅൽ ഇജ്മാഉ വൽ ഇത്തിഫാഖു അലാ അന്ന സീറത്ത് നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു സീരി അലൽ ഇത്ലാഖ് വഖദ് അഖറ ബിഹുസ്നിഹാ അൽ കുഫാർ വകൈഫ ലാ വഹിയ കശംസ് ഫീ റാബിഅത്തിൻ നഹാരി. ഖദ് വഖഅൽ ഇജ്മാഉ, ഏകോപനം സംഭവിച്ചിട്ടുണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഏകോപനം, ഒരുമിക്കൽ. വൽ ഇത്തിഫാഖു, യോജിക്കലും. എന്തിന്റെ പേരിൽ യോജിക്കലും? ഇജ്മാഅണ് അലാ അന്ന സീറത്ത് നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം അഹ്സനു സീരി, ഈ ജീവചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതാണ്. അലൽ ഇത്ലാഖി, നിരുപാധികം. വഖദ് അഖറ ബിഹുസ്നിഹാ, സീറത്തും നല്ലതാണ് എന്തുകൊണ്ട് സമ്മതിച്ചിരിക്കുന്നു. അൽ കുഫാറു, കാഫിര്യങ്ങൾ. വഖദ് അഖറ സമ്മതിച്ചിരിക്കുന്നു ബിഹുസ്നിഹാ, ജീവചരിത്രത്തിന്റെ നല്ലതാണ് എന്നതുകൊണ്ട്. അൽ കുഫാറു, ആരെ? കാഫിര്യങ്ങളെല്ലാം. കൈഫ ലാ, എങ്ങനെ സംഭവിക്കാതിരിക്കും? വഹിയ, ആ ജീവചരിത്രം കശംസി ഫീ റാബിഅത്തിൻ നഹാരി, നബിയുടെ ജീവചരിത്രം എന്നത് റാബിഅത്തുൻ നഹർ എന്ന പകലിന്റെ മധ്യത്തിലുണ്ടാകുന്ന സൂര്യനെ പോലെയാണ്. പകലിന്റെ മധ്യത്തിൽ സൂര്യൻ 12 മണി 1 മണിക്കാകുമ്പോൾ സൂര്യൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ല വെളിച്ചത്തിലായിരിക്കും. അതുപോലെയുള്ള ജീവചരിത്രമാണ് നബിയുടെ. എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ഒന്നും മറവിയോ ഒളിവോ ഒന്നുമില്ലാതെ എല്ലാവർക്കും സുവ്യക്തമായ ജീവചരിത്രമാണ്. അപ്പൊ ആ ജീവചരിത്രം എന്താകുന്നു? നല്ലത്, കാഫിര്യങ്ങൾ പോലും സമ്മതിച്ചതാണ്. വഖദ് ദക്കറ അഹ്ലു സീരി, ജീവചരിത്രം പറയുന്ന പണ്ഡിതന്മാർ അതിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാന അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബിതങ്ങൾ, കാന നബിതങ്ങളായിരുന്നു അഷ്റഫ് അന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യനായിരുന്നു, ഏറ്റവും ഉന്നതനായിരുന്നു. നസബൻ, തറവാടിനാൽ. നസബൻ തറവാട്, അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതൻ. ഫഅലാഹും, ഏറ്റവും ഉയർന്നവരായിരുന്നു. ഹസബൻ, കുടുംബത്താൽ. ഹസബൻ കുടുംബം. യസ്ലുർ റഹിമാൻ, നബിതങ്ങൾ കുടുംബ ബന്ധം ചേർക്കും. യഗീസുൽ മുൽത്തർ, ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കും. മുൽത്തർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവൻ. കസീറു തഹമ്മുലി വൽ ഇഗ്ളാഇ വസ്സബ്രി, കസീറു തഹമ്മുലി, ധാരാളമായിട്ട് സഹനമുള്ള ആളായിരുന്നു. വൽ ഇഗ്ളാഇ, ഇഗ്ളാ എന്ന് പറഞ്ഞാൽ ഒതുക്കം അല്ലെങ്കിൽ അടക്കം. ഇഗ്ളാ ഒതുങ്ങൽ അല്ലെങ്കിൽ അടങ്ങൽ, ശാന്തത. വസ്സബ്രി, ക്ഷമ, ധാരാളമുള്ളവളായിരുന്നു, ഉള്ള നബിയായിരുന്നു. ദഅബുഹു, നബി തങ്ങളുടെ പതിവ്. അൽ അഫ്വു വസ്സഫ്ഹു വറഅഫത്തു വറിഫ്ഖു, നബിയുടെ പതിവുകൾപ്പെട്ടതാണ്. അൽ അഫ്വു, മാപ്പ് നൽകൽ. വസ്സഫ്ഹു, വിട്ടുവീഴ്ചയിൽ. സഫ്ഹ്, വിട്ടുവീഴ്ച. വറഅഫത്തു, സ്നേഹം. വറിഫ്ഖു, മൃദുലത. ദഅബുഹു, നബി തങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അൽ അഫ്വു, മാപ്പ് നൽകുക. വസ്സഫ്ഹു, പതിവ്. സഫ്ഹു, വിട്ടുവീഴ്ച. വറഅഫത്തു, സ്നേഹം. വറിഫ്ഖു, മൃദുലത അല്ലെങ്കിൽ ലോലത കാണിക്കൽ. ലാ യൻതഖിമു, നബി തങ്ങൾ പ്രതികാരം ചെയ്യുകയില്ല. ഇല്ലാ ഫീമാ ഫീ ഹഖുൽ ഹഖി ഔ ഹഖുൽ ഖൽഖി, ലാ യൻതഖിമു, നബി തങ്ങൾ പ്രതികാരം എടുക്കുകയില്ല. ഇല്ലാ ഫീമാ, ഒന്നിലല്ലാതെ. ഫീഹ, ഒന്നിലുണ്ട്. ഹഖുൽ ഹഖി, അല്ലാഹുവിന്റെ ഹക്ക്. ഈ ഹക്ക് എന്ന അവകാശം, ഇവിടുത്തെ ഹക്ക് എന്നാൽ
അള്ളാഹു ഹക്കായ അള്ളാഹുവിന്റെ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇതിൽ മാത്രമേ നബി തങ്ങൾ എന്ത് ചെയ്തു അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നബി തങ്ങൾ എന്ത് ചെയ്യും, പ്രതികാരം ചെയ്യും. നബി തങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഹക്കുൽ ഖലിക്ക് അല്ലെങ്കിൽ സൃഷ്ടികളുടെ അവകാശമുണ്ട്. ഒരാളെ കൊന്നു, ഒരാളെ പൈസ എടുത്തു, അല്ലെ അങ്ങനെയൊക്കെ ശിക്ഷ എന്ത് കൊടുക്കേണ്ടതുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തേലൊക്കെ മക്കാന കസീറ സുകൂത്തി, നബി തങ്ങൾ ധാരാളമായിട്ട് മിണ്ടാതെ നിൽക്കുന്ന നിശബ്ദനായിരുന്നു. തഫക്കുരിഹി, നബി തങ്ങൾ ചിന്തിക്കുന്നതിനാൽ ഫി അസ്റാറിൽ മലക്കൂത്തി, മലക്കൂത്ത് എന്ന അധികാരം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ രഹസ്യത്തിൽ ചിന്തിക്കുന്നതിനാൽ നബി തങ്ങൾ ധാരാളമായിട്ട് കസീറു സുകൂത്ത്, നിത്യമായിട്ട് ശാന്തനായിരുന്നു. യഥാർത്ഥകല്ലമാൻ നബി തങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ താബ് ജവാമിൽ കെലിമി, ജവാമിൽ കെലിമുകളെ കൊണ്ടുവരും. ജവാമിൽ കെലിമ എന്ന് പറഞ്ഞാൽ വഹിയ അദൽ കെലിമാത്തുൽ ഖലീലത്തോ അല്ലത്തി തതളമ്മനു മആനി കസീറത്തും മിൻ ബാഹിരിൽ ഹികമി, ചെറിയ പദങ്ങൾ കൊണ്ട് വലിയ ആശയങ്ങൾ ഉണ്ടാവുന്ന കെലിമത്തുകളെ കുറിച്ചാണ് ജവാമിൽ കെലിം എന്ന് പറഞ്ഞാൽ. ജാമ്യം തന്നെ ഒരുമിച്ച് കൂട്ടുന്ന കെലിമത്ത് എന്നുള്ള കെലിം എന്നുള്ള കെലിമത്തിന്റെ ജമ്മാണ്. അതായത് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന കലാം എന്നുള്ള അർത്ഥമാണ് ജവാമിൽ കെലിം. വഹിയ ജവാമിൽ കെലിം എന്ന് പറഞ്ഞാൽ കെലിമാത്തുൽ ഖലീലത്തോ ചെറിയ കെലിമത്തുകളാണ്. അല്ലത്തി ഇങ്ങനത്തെ കെലിമത്തുകൾ തളമ്മനത് ഉൾക്കൊള്ളുന്ന മആനിയൊക്കെ സീറത്ത് ധാരാളം അർത്ഥങ്ങൾ മിൻ ബാഹിരിൽ ഹിക്കമി, ഹിക്കമത്തിന്റെ വെളിച്ചത്തിൽ നിന്ന്, ബാഹിർ എന്ന വെളിവായതിൽ നിന്ന് ഹിക്കമത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിക്കമത്തുകൾ പറയുന്ന ചെറിയ വാക്കുകളും വലിയ ആശയങ്ങളും ഉണ്ട് എന്നർത്ഥം. അക്കാന നബിതങ്ങളായിരുന്നു അഫ്സഹന്നാസ്, ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ സാഹിത്യമുള്ള ആളായിരുന്നു. ബയാനൻ, ബയാൻ എന്ന പറച്ചില്, സംസാരിക്കൽ എന്നർത്ഥം. യംസഹു ബഅദൽ ചില സമയങ്ങളിൽ നബിതങ്ങൾ തമാശ പറയും. അലാ യഖൂലു ഫീ മസഹി, നബിതങ്ങളുടെ തമാശയിൽ നബിതങ്ങൾ പറയുകയില്ല ഇല്ലാ ഹഖൻ, സത്യമായതിനല്ലാതെ, ഹക്കായതിനല്ലാതെ. നബിതങ്ങൾ ചിലപ്പോഴൊക്കെ തമാശ പറയും. തമാശയിലൊക്കെ എന്തുണ്ടായിരുന്നു, തമാശയിലൊക്കെ ചിലപ്പോഴൊക്കെ ഹക്കുണ്ടായിരുന്നു, അല്ല സത്യം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. വക്കാന നബിതങ്ങളായിരുന്നു വാസിഖൻ, ഉറപ്പിച്ചവരായിരുന്നു. ബിസ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട്. ഇസ്മത്ത് എന്ന സംരക്ഷണം. ലഹു, ആ നബിതങ്ങൾക്ക് ഫീ കുല്ലി ഹാലിൻ, എല്ലാ അവസ്ഥയും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് എന്ന് ഉറപ്പിച്ച ആളായിരുന്നു. വയുഖ്ദിമു, നബിതങ്ങൾ മുന്നിടും. ഹീന തഹ്ജമുൽ അബ്താലു, ചാമ്പ്യന്മാർ. അബുത്തന്നാണ് ബത്തലിന്റെ അബുത്തന്നാണ് ചാമ്പ്യന്മാർ, ധീരന്മാർ. അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഹജമഹജമാണ് പ്രത്യക്ഷപ്പെടുക, വെളിവാവുക. ധീരന്മാർ വെളിവാകുമ്പോൾ അവർ മുന്നിടുകയും ചെയ്യും. വയസ്ബത്തു അല ഹാലിഹി, നബിതങ്ങൾ തന്റെ അതേ അവസ്ഥയിൽ തന്നെ സ്ഥിരതയുള്ളവനാകും. ലതാ ജമീലഹു, അലിയല്ല ഭീകരമായ സമയങ്ങളിലും. ഇസ്ബത്ത് എന്ന സ്ഥിരത ഉള്ളവനാകും. അല ഹാലി, തന്റേതായ അവസ്ഥയിൽ തന്നെ. ലതാ ജമീലഹു അലിയല്ല ഭീകരമായ എല്ലാ അവസ്ഥകളിലും തന്റെ അതേ ക്ഷമയിലും നല്ല സ്വഭാവത്തിലൊക്കെ സ്ഥിരതയുള്ളവനാകും. കാന, നബിതങ്ങളായിരുന്നു ശരീരത്തവാലോ, ഈ ശക്തമായ വിനയമുള്ള ആളായിരുന്നു. അതൊക്കെ നബിതങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നബിതങ്ങളുടെ മഹത്വങ്ങളാണ്. ജീവചരിത്രത്തിൽ വളരെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ഓർത്തു വെക്കാൻ നബിതങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാം. കാന, നബിതങ്ങളായിരുന്നു തവാലോഹി ബശാശത്തിഹി, നബിതങ്ങളുടെ വിനയത്തിന്റെ കൂടെ ബശാശത്തി, നബിതങ്ങളുടെ പുഞ്ചിരിയുടെയും കൂടെ. ബശാശത്ത് എന്ന പുഞ്ചിരി. ഹൈബത്തിൻ, നല്ല ഗാംഭീര്യമുള്ളവരായിരുന്നു. ലം തകുല്ലി ഗൈരിഹി മിനൽ ബശരി, നബിതങ്ങളല്ലാത്ത വേറെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും ഉണ്ടാവാത്ത നല്ല ഗാംഭീര്യമുള്ളവരായിരുന്നു. ബശർ എന്ന സൃഷ്ടികൾ. ലം തകുന്നാബി, ഗാംഭീര്യം ഉണ്ടായിട്ടില്ല. ഗൈരിഹി, നബിതങ്ങളല്ലാത്തവർക്ക് മിനൽ ബശരി, മനുഷ്യന്മാരിൽ നിന്ന്. അത്താലം യകുൻ അഹദും മിൻ അസ്സാബിഹി യുഅക്കിദു ഫീ വജ്ഹിൽ കരീമി നളറ, അത്താലം യകുൻ അഹദും മിൻ അസ്സാബി, നബിതങ്ങളുടെ അനുയായികളിൽ നിന്ന് ഒരാളും തന്നെ ആയിരുന്നില്ല. യുഅക്കിദു ഫീ വജ്ഹിൽ കരീമി, നബിതങ്ങളുടെ ആ ബഹുമാനപ്പെട്ട മുഖത്തിൽ ഉറപ്പിക്കുമായിരുന്നില്ല. എന്നതറ, നോട്ടത്തിനെ. അതായത് നബിതങ്ങളെ ആ കണ്ണില് അല്ല മുഖത്തേക്ക് നോക്കാൻ നോട്ടം ഉറപ്പിക്കുമായിരുന്നില്ല. തുറച്ച് അല്ലെങ്കിൽ നേരിട്ട് നോക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ വക്കാനു, സഹാബികളായിരുന്നു. ഫി മജ്ലിസി, നബിതങ്ങളുടെ മജ്ലിസിൽ. ഫീ ഗായത്തിൽ അദബി, അങ്ങേയറ്റത്തെ അദബിലായിരുന്നു. കഅന്നമാലാറു ഓസിഹിം അത്വയ്ർ, അവരുടെ തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെ. തലയിൽ പക്ഷി ഇരിക്കുക എന്നാൽ അത്രയും ശാന്തനായിട്ട് ഒതുങ്ങിയിരിക്കുമ്പോഴേ പക്ഷി തലയിൽ ഇരുന്നു പറയുള്ളൂ. അല്ലാതെ തല ഒന്ന് ആട്ടിയാൽ എന്താ, പക്ഷിയെ പറന്നു പോകും. അപ്പൊ അങ്ങനെ തലയൊന്നും ആട്ടാതെ ശാന്തമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സദസ്സായിരുന്നു നബിതങ്ങളുടെ മുന്നിൽ സഹാബികൾക്ക് ഉണ്ടായിരുന്നത്. ലാ യഖ്തു അഹദും മിൻഹും കലാമ അഹദിൻ, അവരിൽ നിന്ന് ഒരാളും മറ്റൊരാളുടെ സംസാരത്തിന് മുറിക്കുകയില്ല. ഒരാൾ നബി അവിടെ സംസാരിക്കുമ്പോൾ സംസാരം മുറിച്ച് ഇടപെടുകയില്ല. വലാ തുദ്കറു ഫീ മജ്ലിസിൽ ഉയൂബ്, നബിതങ്ങളുടെ മജ്ലിസിൽ
ന്യൂനതകൾ പറയപ്പെടുകയും ചെയ്യുമായിരുന്നില്ല. വക്കാനൽ മുശ്രിക്കൂന, മുശ്രിക്കീനല്ല കേട്ടോ, വക്കാനൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളായിരുന്നു മിൻ സിബ നബിത്തങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ. സിബാന കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ്. യുലഖിബൂന നബിത്തങ്ങളെ സ്ഥാനപ്പേര് വിളിക്കുമായിരുന്നു. ലഖബന സ്ഥാനപ്പേര് വിളിക്കുക. ബിൽ അമീൻ, അൽ അമീൻ എന്ന് സ്ഥാനപ്പേര് വിളിക്കുമായിരുന്നു. അബാദ ഇദ്ദിആഇഹി നബുവ, നബിത്തങ്ങൾ പ്രവാചകത്വത്തെ വാദിച്ചതിന് ശേഷം ലം യജിദ് അഅദാഹു, നബിത്തങ്ങളുടെ ശത്രുക്കൾ എത്തിച്ചില്ല. മാ ശിദ്ദത്തി അദാവത്തിഹിം ലഹു, അവർ നബിയോട് കടുത്ത ശത്രുത പുലർത്തലോടുകൂടെ അവരെത്തിച്ചില്ല. അതുപോലെ വഹിർസഹിം അലത്തൈനി ഫീഹി, നബി തങ്ങളെ കുറ്റം പറയുന്നതിന്റെ മേൽ അവരുടെ അത്യാഗ്രഹം ഉണ്ടാവലോടുകൂടെ മത്തൊഅനൻ, ഒരു ആക്ഷേപത്തിനെയും ഒരു ആക്ഷേപിക്കേണ്ട കാര്യത്തിനെയും എത്തിച്ചില്ല. മത്തൊ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കേണ്ട കാര്യം, തോയന തന്നെ കുറ്റപ്പെടുത്തൽ, ആക്ഷേപിക്കൽ. ഹിർസ് അത്യാഗ്രഹം, അദാവത്ത് ശത്രുത. അതിനർത്ഥം അബാദദ്ദിയാഹി നബുവ, തങ്ങൾ 40-ാം വയസ്സിൽ പ്രവാചകത്വം വാദിച്ചതിന് ശേഷം ലം യജിദ് അഅദാഹു, നബിയുടെ ശത്രുക്കൾ എത്തിച്ചില്ല. മാ ശിദ്ദത്തി അദാവത്തിഹിം ലഹു, അവർക്ക് നബിയോട് ശക്തമായ ശത്രുത ഉണ്ടാവലോടുകൂടെ വഹിർസിഹിം, അവർക്ക് അത്യാഗ്രഹം ഉണ്ടാവലോടുകൂടെ. എന്തിന്റെ മേൽ അത്യാഗ്രഹം? അലത്തൈനി ഫീ, നബി തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന്റെ മേൽ അത്യാഗ്രഹം ഉണ്ടാവലോടുകൂടെ നബി തങ്ങളുടെ ശത്രുക്കൾ എത്തിച്ചില്ല. ഫീഹി, ആ നബിയിൽ മത്തൊഅനൻ, ആക്ഷേപിക്കേണ്ട കാര്യങ്ങളെ, കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളെ. വലാ ഇലൽ ഖദ്ഹി ഫീഹി, നബി തങ്ങളിൽ കുറ്റപ്പെടുത്തുന്നതിലും എത്തിച്ചില്ല. സബീലൻ, ഒരു വഴിയെയും. വലാ ഇലൽ ഖദ്ഹി ഫീഹി, നബി തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് അവരെത്തിച്ചില്ല. സബീലൻ, ഒരു വഴിയെയും, ഒരു മാർഗത്തെയും. കാന, നബി തങ്ങളായിരുന്നു അല്ലിമുന്നാസ, നബി തങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അൽ ഹിക്മത്ത, യുക്തി, ഹിക്മത്തിനെ പഠിപ്പിക്കുമായിരുന്നു. അൽ അഹ്കാമ, ഹുക്കുമുകളെയും പഠിപ്പിക്കുമായിരുന്നു. കാന അല്ലിമുന്നാസ, നബി തങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അൽ ഹിക്മത്ത, ഹിക്മത്തിനെ പഠിപ്പിക്കുമായിരുന്നു. അൽ അഹ്കാമ, വിധിവിലക്കുകളെയും. വയദോ, നബി തങ്ങൾ അവരെ ക്ഷണിക്കും ഇലാ ദാരിസ്സലാമി, രക്ഷയുടെ വീടായ സ്വർഗത്തിലേക്ക്. വഖദ് കമുല മൻ ഇത്തബഅഹു ഫിൽ ഫളാഇലിൽ ഇൽമിയ്യത്തി വൽ അമലിയ്യ, വഖദ് കമുല, പരിപൂർണമായിരിക്കുന്ന, പൂർത്തിയാക്കിയിരിക്കുന്നു, മൻ ഇത്തബഅഹു, നബിയെ പിന്തുടരുന്നവർ, നബിയെ പിന്തുടർന്ന സഹാബികളെല്ലാം പരിപൂർണരായിരുന്നു. ഏതിൽ? ഫിൽ ഫളാഇലിൽ ഇൽമിയ്യത്തി വൽ അമലിയ്യത്തി, വൈജ്ഞാനികവും അമലിയായ പ്രവർത്തനപരമായ ശ്രേഷ്ഠതകളിൽ, ഉന്നതങ്ങളിൽ നബി തങ്ങളെ പിന്തുടർന്നവരെല്ലാം അത്തരം കാര്യങ്ങളിലൊക്കെ പരിപൂർണരായിരുന്നു. വല്ലം യത്തബിഉഹു, നബിയെ പിന്തുടരാത്തവർ, അതായത് അന്ന് നബിയെ വിശ്വസിക്കാത്ത ആളുകൾ, നബി തങ്ങളെ പിന്തുടരാത്ത ആളുകൾ, സറാലഹു ശൈഉൻ മിൻ ദാലിക, ആ ഫളാഇലുൽ ഇൽമിയ, അമലിയ, അതിൽ നിന്ന് ഒരു ശൈഅ് അവരിലേക്ക് സറാന സഞ്ചരിച്ചു, അല്ലെ അതിലേക്ക് കടന്നു. സറാന അവരിലേക്ക് കൂടി പകർന്നു, അല്ലെ സഞ്ചരിച്ചു. ബി ത്വരീഖിൽ അർളി വത്തബഇയ്യത്തി, അർള് പറഞ്ഞ പ്രദർശനം, അല്ലെങ്കിൽ താബിഅയിട്ട്, തബഇയ്യത്ത് എന്ന് പറഞ്ഞാൽ തബഅൻ നിലക്ക് എന്ന് പറയും. അർളന പ്രദർശനം, അല്ലെങ്കിൽ കാണൽ, കാണുന്നതിലൂടെയും നബി തങ്ങളുടെ ജീവിതം കാണുന്നതിലൂടെ. അതുപോലെ തബഇയ്യത്ത്, അതിനെ പിന്തുടരൽ എന്നുള്ള രൂപത്തിൽ, നബിയെ കണ്ടതിന്റെ വില, അല്ലെങ്കിൽ നബിയുടെ അവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷെ നബിയെ നേരിട്ട് പിന്തുടരുന്നില്ല. പക്ഷെ നബിയുടെ ആ ഒരു ജീവിതം ഉണ്ടായത് കൊണ്ട് തന്നെ നബി തങ്ങൾ വിശ്വസിക്കാത്തവരിലേക്ക് ആ ഫളായിലുകള് സഞ്ചരിച്ചിരുന്നു, അല്ലെ അവരിലേക്ക് പകർന്നിരുന്നു. അപ്പൊ അല്ലാഹു, തീർച്ചയായിട്ടും അല്ലാഹു വിജയിപ്പിച്ചു ദീനഹു, നബി തങ്ങളുടെ ദീനിനെ, ലസായിരിലെ, മറ്റുള്ള മതങ്ങളെക്കാൾ, മറ്റുള്ള ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ജൂതമതമാണെങ്കിലും ഏത് മതങ്ങളെക്കാളും നബി തങ്ങളുടെ മതമായ ഇസ്ലാം അല്ലാഹു വിജയിപ്പിച്ചു. അബ്ഖാദിഖുൽ ജമീല, നബിയെ കുറിച്ചുള്ള മനോഹരമായ പ്രശസ്തി അല്ലാഹു അവശേഷിപ്പിച്ചു. പ്രശസ്തി അൽ ജമീല, മനോഹരമായ, നബിയെ കുറിച്ചുള്ള മനോഹരമായ പ്രശസ്തി അവശേഷിപ്പിച്ചു. അലാ ലിസാനി മുവാഫിഖിഹി വ മുഖാലിഫിഹി മദ സമാൻ, അലാ ലിസാനി മുവാഫിഖിഹി, നബി തങ്ങളോട് യോജിക്കുന്ന, നബി അനുകൂലിക്കുന്നവരുടെ നാവിലൂടെയും, മുഖാലിഫി, നബി തങ്ങളെ എതിർക്കുന്നവരുടെ നാവിലൂടെയും, മദസമാൻ, കാലം, ഒരുപാട് കാലത്തിന്റെ ദൈർഘ്യത്തോളം, അതായത് ഒരുപാട് കാലങ്ങളോളം നബി തങ്ങളെ അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും നാവുകളിലൂടെ നബി തങ്ങളുടെ ദീനിന്, നബി തങ്ങളുടെ പ്രശസ്തിയെ അവശേഷിപ്പിച്ചു. മദസമാൻ എന്ന കാലത്തിന്റെ അറ്റം, അല്ലെങ്കിൽ അങ്ങേയറ്റം എന്നർത്ഥം. അമൻ ത്വാല കുതുബ സീറത്തിഹി അൽ മുസ്തമിലത്തി അലാ അഖ്ലാഖിഹി അൽ അദീമത്തിൽ ബാഹിറത്തി അറഫ അന്നഹു അഷ്റഫുൽ ആലമീന ഫിൽ ഔസാഫിൽ ബാത്തിനത്തി വൽ ളാഹിറത്തി. അമൻ ത്വാല, ആരെങ്കിലും വായിച്ചാൽ, മുത്താല ചെയ്താൽ, കുതുബ സീറത്തിഹി, നബി തങ്ങളുടെ ജീവചരിത്ര പുസ്തകങ്ങളെ, അൽ മുസ്തമിലത്തി അലാ അഖ്ലാഖിഹി അൽ അദീമത്തി, നബി തങ്ങളുടെ വലിയതായ സ്വഭാവങ്ങളുടെ മേൽ ഉൾക്കൊള്ളുന്ന നബി തങ്ങളുടെ ജീവചരിത്രത്തിന്റെ പുസ്തകങ്ങൾ ആരെങ്കിലും വായിച്ചാൽ, അൽ ബാഹിറത്തി, പ്രകടമായ, വെളിവായ ആ വലിയ പുസ്തകങ്ങളെ
തങ്ങളുടെ സ്വഭാവങ്ങളെ മേൽ ഉൾക്കൊള്ളിക്കുന്ന പുസ്തകങ്ങൾ ആരെങ്കിലും വായിച്ചാൽ ബാഹിർ തന്നെ വെളിവായ അറഫാൻ മനസ്സിലാക്കും തീർച്ചയായിട്ടും ആ പ്രവാചകൻ അഷ്റഫുൽ ആലമീൻ ലോകത്തിൽ ഏറ്റവും ഉന്നതനാണ്. നിബിധങ്ങളുടെ ഉള്ളും പുറവുമുള്ള വിശേഷങ്ങളിൽ നിബിധങ്ങളുടെ ബാത്തിനും ബാഹിറുമായ വിശേഷങ്ങൾ അന്നഹു തീർച്ചയായിട്ടും ആ പ്രവാചകൻ അഷ്റഫുൽ ആലമീൻ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ്. പ്രത്യക്ഷവും അതുപോലെ പരോക്ഷവുമായ വാഹിറുമെന്നും പ്രത്യക്ഷം ബാത്തിനെന്നും പരോക്ഷം ഉള്ളിലും പുറത്തുമുള്ള പുറമേയും അകമേയുമുള്ള അകത്തിലും പുറത്തിലുമുള്ള എല്ലാ വിശേഷങ്ങളും ലോകരിലുള്ളവരൊക്കെ ഏറ്റവും ഉന്നതനാണ് എന്ന് ഒരാൾ മനസ്സിലായാൾക്ക് മനസ്സിലാകും തങ്ങളുടെ സൂറത്തിനെ വായിച്ചാൽ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു, ഇത്തരം സഭായികളുള്ള ആളായിരുന്നു. തങ്ങളുടെ അനുയായികളും അതുപോലെയായിരുന്നു. തങ്ങളുടെ പ്രശസ്തി അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാവരും സമ്മതിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ തങ്ങളുടെ സീറത്ത് വളരെ നല്ല സീറത്താണ്, തങ്ങളുടെ ജീവിതം വളരെ നല്ല ജീവിതമായിരുന്നു എന്ന് മൊത്തത്തിൽ പറഞ്ഞു. ഓക്കെ, ഇൻഷാല്ലാഹ് വർക്ക് എന്താണെന്ന് വെച്ചാല് ഈ ഭാഗം എല്ലാവരും അർത്ഥം വെക്കും. അല്ലാഹു ദീനഹു അലാ സാഇരിൽ അദ്യാൻ എന്നത് മുതൽ ഈ ലാസ്റ്റ് വരെയുള്ള ഭാഗം എല്ലാവരും അർത്ഥം വെച്ചതിന്റെ വോയിസ് വിടുക കേട്ടോ. അതിന് മാർക്ക് ഉണ്ടാവും, മാർക്കൊക്കെ ഉണ്ടാവും. മാർക്കിന് 5 മാർക്ക് ഉണ്ടാവും. അപ്പോൾ വായിക്കുന്നതിനും അർത്ഥം വെക്കുന്നതിനും തെറ്റൊന്നുമില്ലാതെ വായിക്കാണെങ്കിൽ മാർക്കുകളൊക്കെ ഉണ്ടാവും. ഇൻഷാല്ലാഹ് നിങ്ങളുടെ CC ആയിട്ട് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച് അർത്ഥം വെച്ചേക്കട്ടോ. ടെലിഗ്രാമിൽ അയച്ചാൽ മതി. ഇന്ന് രാത്രി 9 മണിയാവുന്നതിന് മുമ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.